എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. HSKP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് അതുപോലെ ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് അപ്ലൈ ഫോർ വേക്കൻസി സീറ്റ് അഡ്മിഷൻ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. ലോഗിൻ ചെയ്യുന്ന സമയത്ത് സെൻഡ് OTP എന്ന് ചോദിക്കും. അതിൽ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകിയ ശേഷം നിങ്ങൾ ഈ ഒരു അപ്ലൈ ഫോർ വേക്കൻസി സീറ്റ് അഡ്മിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് പരിശോധിച്ച് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലെ വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വേക്കൻസി ഉള്ള ലിസ്റ്റ് ഈ ഒരു വേക്കൻസി സ്കൂൾ വൈസ് ലിസ്റ്റിൽ നിന്നും കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ അതിൽ വേക്കൻസിയുള്ള നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള ഏതൊരു സ്കൂളിലേക്കും ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണോ എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണ് എങ്കിൽ ഇതേപോലെയാണ് കാണാൻ സാധിക്കുക. സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്, ആപ്ലിക്കേഷൻ വിൽ ബി കൺസിഡർഡ് ഫോർ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കൺഫേം ആണെങ്കിൽ പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു ലിങ്കും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം, അതായത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നല്ല, പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് ഇതുവരെ ഈ ഒരു നോൺ ജോയിനിങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂളിലേക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ്. എന്നാൽ ചിലപ്പോൾ 4:30 വരെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുന്നതിനായിട്ടുള്ള അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഫോൺ എടുത്ത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് അതുപോലെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകാനായിട്ട് സെൻഡ് OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന OTP നൽകിയ ശേഷം നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്ത ശേഷം പിന്നീട് അപ്ലൈ ഫോർ വേക്കൻസി സീറ്റ് അഡ്മിഷൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് പരിശോധിച്ച് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ നൽകിയിട്ട് ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത്, അതായത് ജസ്റ്റ് ഒരു ചെക്ക് ബോക്സ് ആണ്, അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ചോദിക്കും കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഹോം പേജിൽ വരുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.